നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നും കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയ നടപടിയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും MP എന്ന നിലയിൽ തന്റെയും ഇടപെടലിൽ കേന്ദ്രം തെറ്റുതിരുത്തിയെന്നും കേരളം നിർദ്ദേശിച്ച ആളെ അതോറിറ്റിയിൽ ഉൾപ്പെടുത്തിയെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് രാജകുമാരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതികരണം കേൾക്കാം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര വാട്ടർ റിസോഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അതായത് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ രാജീവ് പ്രതാപ് മൂടി അദ്ദേഹം ചെയർമാനായിട്ടുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ ജില്ലയിൽ മൂന്നാറിൽ 2 ദിവസത്തെ സന്ദർശനത്തിന് എത്തിച്ചേരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിവാദം എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലെ കേരളത്തിൻ്റെ പ്രതിനിധിയെ ഏകപക്ഷീയമായി NDSA നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി പിൻവലിക്കുകയുണ്ടായി. അതായത് നിഷ്പക്ഷ വിദഗ്ധ സമിതിയിൽ നിന്ന്. ഇനി മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുള്ള കാര്യം ഇൻഡിപെൻഡൻറ്റ് പാനൽ ഓഫ് എക്സ്പെർട്സ് അതീവ വിദഗ്ധ സമിതിയുടെ ഒരു പരിശോധനയാണ്. അവരുടെ നേതൃത്വത്തിലുള്ള കോംപ്രിഹെൻസീവ് സേഫ്റ്റി ഇവാലുവേഷൻ സമഗ്രമായ സുരക്ഷാ പരിശോധനയാണ് ഇനി നടക്കേണ്ടത്. ആ സുരക്ഷാ പരിശോധന നടക്കേണ്ടതിന് മുന്നോടിയായി കേന്ദ്രം തന്നെ അല്ലെങ്കിൽ NDSA തന്നെ ഇരു സംസ്ഥാനങ്ങളോടും കേരളത്തോടും തമിഴ്നാടിനോടും ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രത്യേകമായ പ്രതിനിധിയെ നിയോഗിക്കുകയുണ്ടായി. ആ പ്രതിനിധിയായി കേരള സർക്കാർ പ്രപ്പോസ് ചെയ്ത ശ്രീ TK ശിവരാജനെ ഏകകണ്ഠമായി NDSA പിൻവലിക്കുകയായി. ആ ഘട്ടത്തിൽ മന്ത്രി ശ്രീ മോൻസ് ജോസഫ് ഉൾപ്പെടെ MP എന്നുള്ളതിൽ ഞാനും അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിശ്ചിതമായിട്ടുള്ള കത്തിടപാടുകൾ കേന്ദ്രവുമായി നടത്തി. ഒടുവിൽ കേന്ദ്രം അക്കാര്യത്തിൽ അവരുടെ തെറ്റ് സമ്മതിച്ചു. NDSAയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയെ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ വരികയാണ്. അത് ആശ്വാസകരം. അപ്പോൾ ഈ ഘട്ടത്തിലാണ് കേന്ദ്ര തലത്തിലുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നമ്മുടെ ജില്ലയിലെ സന്ദർശനം വരുന്നത്. മറ്റു പല വിഷയങ്ങളുമാണ് ആ സന്ദർശനത്തിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ സന്ദർശനത്തിൻ്റെ ഭാഗമായി മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കണമെന്നും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷാ പരിശോധന നടക്കാനിരിക്കെ ഇക്കാര്യത്തിൽ ആധികാരികമായ അഭിപ്രായം തേടണമെന്നും ഇരു സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പാർലമെൻ്ററി സമിതിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും NDSAയ്ക്ക് ശക്തമായ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാന് MP എന്നവരുടെ ഞാൻ കത്ത് നൽകി. ഈ ഘട്ടത്തിൽ സമിതി അത് പരിശോധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.